ടോക്കിയോ സ്റ്റേഷൻ്റെ മുന്നിലുള്ള ഇമ്പീരിയൽ പാലസ് എന്ന് പറയുന്ന അവരുടെ ഗാർഡനിലാണ്. അപ്പം ഇതിൻ്റെ സറൗണ്ടിങ് ഞാൻ നിങ്ങളെ കാണിക്കാം. കൂടുതൽ സമയം കളയുന്നില്ല, നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതാണ് ഇമ്പീരിയൽ പാലസിന് കയറുന്നതിന് മുന്നേ ഉള്ള, അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇമ്പീരിയൽ പാലസ് ഫോർമർ എഡോ കാസിൽ എന്നൊക്കെ. ബാക്കിയുള്ള ചരിത്രങ്ങളും കാര്യങ്ങളും ഈ പാലസിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഞാനവരോട് വായിക്കാനൊന്നുമില്ല. ഞാൻ പാലസിനകത്ത് കയറാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. അതിൻ്റെ പുറത്തുള്ള ഈ ജാപ്പനീസ് ഗാർഡൻ, അവിടെ കുറച്ച് നേരം ഒന്ന് ടൈം സ്പെൻഡ് ചെയ്യുക, നല്ല വെതറായതുകൊണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുക, അവിടെ ഇത്തിരി ഒന്ന് റിലാക്സ് ചെയ്യുക എന്നൊരു ഉദ്ദേശത്തിൽ മാത്രമാണ് ഞാനിന്ന് ഇറങ്ങിയത്. ഇന്നത്തെ കാലാവസ്ഥ വളരെ മനോഹരമായിരുന്നു. കണ്ടില്ലേ, ആകാശം കണ്ടില്ലേ, നല്ല നീല ആകാശമായിട്ടൊക്കെ കിടക്കുന്നു. പിന്നെ അത് മാത്രമല്ല വലിയ ചൂടുമില്ലായിരുന്നു. അതുപോലെ ചൂടില്ലാത്തപ്പോൾ നമുക്ക് എന്താ പറയുക, അവിടെ ഒന്നിങ്ങനെ റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു മൂഡായിരുന്നു. അങ്ങനെ ഞാൻ വന്നിരിക്കുന്നത് ഇതുണ്ട്, ഏതൊരു രാജാവ്, പണ്ടത്തെ ആരാണ് കുതിരപ്പുറത്ത് അങ്ങനെ പോകുന്ന അവരുടെ പ്രതിമയൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല ഇതേപോലുള്ള നല്ല അടിപൊളി വെതറൊക്കെ ആണെങ്കിൽ നമുക്കിവിടെ വന്നൊരു ചെറിയ പിക്നിക്ക് പോലെ ഇരിക്കാനും ഇവിടെ വന്ന് ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റിയൊരു സ്ഥലമാണിത്. അങ്ങനെ കുറേ നേരം ഞാനിവിടെ പാർക്കിനകത്ത് ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് അങ്ങനെ ഇരുന്നതിന് ശേഷം ഞാൻ പുറത്തിറങ്ങി. ഇത് അവിടെ നിന്ന് പാലസിൽ നിന്ന് നേരെ വെള്ളിയിടയ്ക്ക് ഇറങ്ങുമ്പോൾ അവിടെയുള്ള റോഡും അതിൻ്റെ അടുത്തുള്ള ബിൽഡിങ്ങും അതിൻ്റെ കാഴ്ചകളുമാണ്. അത് കഴിഞ്ഞ് ഞാൻ നേരെ എൻ്റെ ലക്ഷ്യം ഇവിടുത്തെ തൊട്ടടുത്തുള്ള ഷോപ്പിംഗ് സ്ട്രീറ്റിലോട്ടായിരുന്നു. ഇതാണ് ഇവിടുത്തെ ടാക്സി. ഇവിടെ ദുരിതപ്പെട്ട എല്ലാ സ്ഥലങ്ങളോടൊന്ന് ടാക്സിയാണിത്. ഇതാണ് എൻ്റെ ടോക്കിയോ സ്റ്റേഷൻ്റെ പരിസരത്തിലുള്ള ഷോപ്പിംഗ് സ്ട്രീറ്റ്. ഈ സ്ട്രീറ്റൊക്കെ കാണാൻ ഭയങ്കര രസമാട്ടോ. നല്ല വൃത്തിക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അവർ. എങ്ങനെയാണ് എന്നും രാവിലെ വന്ന് ക്ലീൻ ചെയ്യുന്നതാണോ എന്താണ് ഇതിൻ്റെ ക്ലീനിങ് സിസ്റ്റം എന്ന് നമുക്ക് അറിഞ്ഞൂടാ. നമ്മുടെ നാട്ടിലൊക്കെ രാവിലെ ചേച്ചിമാർ വന്ന് വൃത്തിയാക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ എത്ര മണിക്കാണ് അവർ വന്ന് ക്ലീൻ ചെയ്യുന്നതെന്നോ അതോ ആളുകൾ എന്താ പറയുക വേസ്റ്റ് ഇടാതെ അങ്ങനെ വെൽ മെയിൻറ്റെയിൻഡ് ആണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എപ്പോൾ വന്നാലും ഈ ടോക്കിയോ സ്റ്റേഷനും ഈ പരിസരവും ഇവിടെ എല്ലാം ഭയങ്കര ക്ലീനാണ്, വെൽ മെയിൻറ്റെയിൻഡ് ആണ്. കാണുന്ന രസമാണ് ഇങ്ങനെ നടക്കാനായിട്ട്. നമുക്ക് വൈകുന്നേരം ഒരു ഈവനിങ് വാക്കുകളിലൊക്കെ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല എൻജോയ് ചെയ്ത് നമുക്ക് നടക്കാൻ പറ്റും. ഇതാണ് ഞാൻ പറഞ്ഞ ഷോപ്പിംഗ് സ്ട്രീറ്റ്. ഒരുപാട് പൈസയൊക്കെ ഉള്ളവർ ഇവിടെ വന്ന് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പൈസയൊക്കെ സ്പെൻഡ് ചെയ്തിട്ടൊക്കെ പോകുമ്പോൾ സാധനങ്ങൾക്ക് ഈ ഏരിയയിലൊക്കെ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് ഭയങ്കര എക്സ്പെൻസീവാണ്. നമുക്കിപ്പോൾ സാധനം വാങ്ങണമെന്ന ഉദ്ദേശമല്ല, നമ്മളിവിടെയൊക്കെ ചുമ്മാ നടക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ. ഇവിടെ കഫേയൊക്കെ ഉണ്ട്, അതൊക്കെ അഫോർഡബിൾ പ്രൈസിലാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഇരിക്കാനും എന്തെങ്കിലും കാപ്പിയെ കുടിച്ചിട്ട് അങ്ങനെ പോകാനായിട്ടുള്ള നല്ല വെൽ മെയിൻറ്റെയിൻഡ് ഏരിയയാണ്.
എനിക്ക് ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാനുള്ള മോട്ടിവേഷൻ. അതുപോലെ ഏതെങ്കിലും സ്ഥലം ഇനിയും ടോക്കിയോയിൽ കാണാൻ താല്പര്യമുള്ളവർ കമൻറ്റ് ചെയ്യുക. ഞാൻ ആ സ്ഥലങ്ങളിൽ ഇതേപോലെ ഈവനിങ്ങിൽ നടന്ന് ഷൂട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ വണ്ടി ഓടിച്ച് പോവുകയോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ പ്ലീസ് കമൻറ്റ്, ലൈക്ക്, ഷെയർ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും സയോനറ ഫ്രം ജപ്പാൻ.